ജനജീവിതം താറുമാറാക്കി മഹാരാഷ്ട്രയിൽ ദുരിതപ്പെയ്ത്ത് തുടരുന്നു. മൻഖുർദിൽ കെട്ടിടം ഇടിഞ്ഞു വീണ 6 പേർ ഉൾപ്പെടെ മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിൽ ഇന്നലെ മാത്രം 13 പേർ മരിച്ചു. പുനെയിലും പാൽഘറിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് മുംബൈ പുനെ എക്സ്പ്രസ് വേ അടച്ചു. കാലവർഷം വൈകിയാണ് എത്തിയതെങ്കിലും കഴിഞ്ഞ 6 ദിവസമായി കനത്ത മഴയാണ് മഹാരാഷ്ട്രയിൽ. മുംബൈ, താനെ, പുനെ, റായ്ഗഡ്, പാൽഘർ ജില്ലകളിലാണ് ദുരിതപ്പെയ്ത്ത്. അന്ധേരി, ബാന്ദ്ര, വസായ്, വർലി, കിങ് സർക്കിൾ തുടങ്ങി മുംബൈ നഗരത്തിലെ പല ഭാഗങ്ങളിലും ഇന്ന് വെള്ളക്കെട്ടാണ്. താനെയിലെയും നവി മുംബൈയിലെയും താഴ്ന്ന പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളം കയറി. മുംബൈ പുനെ എക്സ്പ്രസ് വേയിലെ 2ാം ടണലിന് സമീപം മണ്ണിടിഞ്ഞതോടെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. മുംബൈ സബർബനിലെ മൻഖുർദിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് കുട്ടികൾ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും ട്രെയിൻ ഗതാഗതവും താറുമാറായി. 16 ട്രെയിനുകൾ റദ്ദാക്കി, പലതും വഴിതിരിച്ചു വിട്ടു. മഴ കണക്കിലെടുത്ത് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങളോട് വർക്ക് ഫ്രം ഹോം നൽകാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മുംബൈയിലും പുനെയിലും റായ്ഗഡിലും റെഡ് അലേർട്ടാണ്. ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ വൻ മണ്ണിടിച്ചിലുണ്ടായി. വൈദ്യുതി പദ്ധതി നിർമ്മാണത്തിന്റെ ഭാഗമായ നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിലായി. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും കനത്ത മഴയെ തുടർന്ന് നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലായി. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ആദി കൈലാഷ് യാത്ര നിർത്തിവച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.